وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധന്യരായ വിശ്വാസിനി സഹോദരങ്ങൾ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ചു നമുക്കേവർക്കും നമ്മൾ ആവശ്യപ്പെട്ടതും അതിലധികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നമ്മളുടെ മേൽ വർഷിച്ച് ഇനി ഒരിക്കൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെല്ലാം അവങ്കലേക്ക് തന്നെ മടക്കുവാൻ കേൾപ്പുള്ളവനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറത്തുൽ ബഖറയിൽ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. സൂറത്തുൽ ബഖറയിലെ 209-ാമത്തെ ആയത്തിലും അതിനു മുമ്പായി 208-ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. നിങ്ങൾ ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ബില്ലാഹി വത്തബഉ റസൂലഹു. അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, അല്ലയോ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്തവരെ, ഉദ്ഖുലൂ ഫിൽ ഇസ്ലാമി ജമീഅഹു. ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പിൻപറ്റുക. ഇസ്ലാമിൽ നിന്ന് ചിലത് പിൻപറ്റുകയും ചിലത് മാറ്റിവെക്കുകയും ചെയ്യരുത്. യഹൂദ നസാറാക്കൾ, അതുപോലെ തന്നെ മുൻപ് വേദനയിൽ നിന്ന് നൽകപ്പെട്ട ആളുകൾ, അവരുടെ എല്ലാം രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ദീനിൽ അവർക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ അവർക്ക് തോന്നിയത് അവർ സ്വീകരിക്കുകയും അല്ലാത്തതിനെ അവർ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ആവരുത്. അതിൽ നിന്നും ഒന്നും തന്നെ ഒഴിവാക്കരുത്. അള്ളാഹുവിന്റെ കൽപ്പനയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിൻപറ്റുക. അള്ളാഹുവിന്റെ വിരോധങ്ങളുള്ള വിഷയങ്ങളിൽ അതിനെ കൈവെടിയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മളെ അറിയിക്കുന്ന കാര്യമുണ്ട്. ചില കാര്യങ്ങളിൽ അവർ വിശ്വസിച്ചു, ചില കാര്യങ്ങളിൽ അവർ അവിശ്വസിച്ചു. യഹൂദ നസ്വാറാക്കളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതുപോലെയാണോ നമ്മളും എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. ഈ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെയും നമ്മളെ അറിയിച്ചിട്ടും പഠിപ്പിച്ചിട്ടുമുള്ള കാര്യങ്ങൾ അത് യഥാവിധം നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. വലാ തത്തബിഉ മസാലിക ശൈത്താൻ. ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കുകയും ചെയ്യുന്നു, നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകൾ അല്ലെങ്കിൽ പിശാചിന്റെ പടവുകളെ നിങ്ങൾ പിൻപറ്റാതിരിക്കുക. മസാലിക ശൈത്താൻ ലിഅന്നഹു ലക്കും അദുവ്വൻ വാളിഹ്. കാരണം അവൻ നിങ്ങൾക്ക് വളരെ പ്രത്യക്ഷത്തിലുള്ള ശത്രുവാകും. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം പിശാച് നിങ്ങൾക്ക് ശത്രുവാകുന്നു. അൽ അദാവതു മുദ്ഹിറുഹ. ആ അദാവത്തിനെ കൃത്യമായി തന്നെ പ്രകടമാക്കിയിട്ടുള്ള ശത്രുവാണ് പിശാച്. തീർച്ചയായിട്ടും അല്ലാഹുവേ, നിന്റെ അടിയാന്മാരെ ഞാൻ പിഴപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ വലതുവശത്തുകൂടെയും ഇടതുവശത്തുകൂടെയും മുന്നിലൂടെയും പിന്നിലൂടെയും മുകളിലൂടെയും താഴെയുടെയും അതുപോലെ അവരുടെ സമ്പത്തിലും സന്താനത്തിലും ഞാൻ പങ്കാളിയായിക്കൊള്ളും. അതുപോലെ തന്നെ എല്ലാ നിലക്കും നിന്റെ നേരായ മാർഗത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ അവരെ പിഴപ്പിക്കും. വലാ തജിദു അക്സറഹും ശാകിരീൻ എന്ന് പിശാച് അല്ലാഹുവിനോട് പറയുന്നതായി കാണാം. നിങ്ങൾക്കിത് അല്ലാഹുവേ അവരിൽ അധികമേരെയും ശുക്റുള്ളവരായിട്ട് നിനക്ക് കാണാൻ കഴിയില്ല. സഹോദരങ്ങളെ, അതിന് വിരുദ്ധമായിട്ടാണോ നമ്മൾ, അല്ലെങ്കിൽ പിശാച പറഞ്ഞ അള്ളാഹുവിന് നന്ദി കെട്ട ആളുകളായി അധിക പേരും അള്ളാഹുവെ നിന്നോട് നന്ദി കാണിക്കുന്നവരായിട്ട് നിനക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ കൂട്ടരിലാണോ നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ന് നമ്മളെ പല നിലക്കും അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും തെറ്റിക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഇല്ലേ, നമുക്കറിയാലോ, നമ്മളുടെ കയ്യിലുള്ള ഫോണുകളിലും
എല്ലാം നമ്മളുടെ വീട്ടിലും അതുപോലെ എല്ലായിടത്തും ഇന്ന് വളരെ പ്രകടമായിട്ടുള്ള സമൂഹ മാധ്യമങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്നും നമ്മളുടെ കയ്യിലില്ലായിരുന്നു. അന്നത്തെ ആ ഒരു ജീവിതവും അന്നത്തെ നമ്മുടെ ഇബാദത്തും അന്നത്തെ അല്ലാഹുവിലുള്ള ഖുശൂഉം അന്നത്തെ നമ്മളുടെ സൽക്കർമ്മങ്ങളിലുള്ള ആ ഒരു താല്പര്യവും ഇന്നത്തെ നമ്മളുടെ ജീവിതവും ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. നമുക്ക് വളരെ വളരെ കൃത്യമായിട്ടുള്ള മാറ്റം നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും പിശാച് പിഴപ്പിക്കുന്നത് എന്ന് നമ്മൾ അറിയാതെ പോകരുത്. നമുക്ക് കാണാൻ സാധിക്കും ജൂതയനിസ്റ്റ് സംഘടനകളുടെ അവരുമായി അന്തർധാരയുള്ള വളരെ കൃത്യമായിട്ടുള്ള ബന്ധമുള്ളവരുടെ സൃഷ്ടികളാണ് ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മസീഹുൽ ദജ്ജാലിൽ നിന്നും നമ്മൾ കാവലിനെ ചോദിക്കാറുണ്ട് അല്ലെ? നമ്മളുടെ എല്ലാ നമസ്കാരങ്ങളിലും ദജ്ജാലിൽ നിന്നും കാവലിനെ ചോദിക്കാത്തൊരു നമസ്കാരം നമുക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതു പ്രവാചകരാവട്ടെ ഏതു നബിമാരാവട്ടെ ആ മസീഹുൽ ദജ്ജാലിനെ പറ്റി കൃത്യമായി താക്കീത് നൽകാതെ പോയിട്ടില്ല. പക്ഷേ നമ്മൾ ആ മസീഹുൽ ദജ്ജാലിൽ നിന്നും അല്ലാഹുവിൽ അഭയം തേടുമ്പോൾ അതേ മസീഹുൽ ദജ്ജാലിനെ തങ്ങളുടെ നേതാവായി വരവേൽക്കാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്തുണ്ട്. നമുക്കറിയുമോ, അത്തരത്തിലുള്ള ആളുകളുടെ സൃഷ്ടികളാണ് സമൂഹ മാധ്യമങ്ങൾ എന്ന് കൃത്യമായി വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്തിനാണ് ഈ സമൂഹ മാധ്യമങ്ങൾ ഉള്ളത്? ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും അതുപോലെ യൂട്യൂബും എല്ലാം എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എല്ലാം നമ്മളെ പഠിപ്പിക്കും കൃത്യമായി. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ഒഴിച്ച് ബാക്കി എന്തും നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ നമുക്ക് തോന്നും അതിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കാമല്ലോ. അൽഹംദുലില്ലാ, അങ്ങനെ ഉപയോഗിച്ചാൽ ഖൈർ. അങ്ങനെ മാത്രം ഉപയോഗിക്കുന്ന എത്ര പേര് നമ്മളെ കാണാൻ സാധിക്കും? നമുക്കിടയിൽ അങ്ങനെ മാത്രം നല്ലതിലേക്ക് മാത്രം സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ അറിയാതെ ഇബ്ലീസിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോകുവാൻ വേണ്ടി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാധ്യമങ്ങളാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. സഹോദരങ്ങൾ, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനം പ്രസക്തമാക്കുന്നത്? വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ശൈത്താന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇതിനൊക്കെ മുഴുവനായിട്ടും വർജിക്കണമെന്നല്ല, പക്ഷേ എവിടേക്കാണ് ഇതിന്റെ ഉപയോഗത്തിലൂടെ നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിയണം. നമസ്കാരത്തിന് സമയമായാൽ നമസ്കാരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. എല്ലാ തവണയും എല്ലാ നമസ്കാരങ്ങൾക്കും കൃത്യമായി ആദ്യത്തെ സ്വഫിലുണ്ടായിരുന്ന ആളുകൾ പിറകോട്ട് പോയിട്ടുണ്ട്. എല്ലാ ജുമുഅ നമസ്കാരങ്ങളിലും കൃത്യമായി ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലുണ്ടായിരുന്നവർ വൈകുന്നുണ്ട്. എന്തുകൊണ്ട്? പലപ്പോഴും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളുടെയും അതുപോലെ ഹറാമായിട്ടുള്ള മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടാണ്. നമ്മൾ അറിയണം എങ്ങനെയാണ് നമ്മൾ പിഴപ്പിക്കപ്പെടുന്നത്. ശൈത്താൻ പറഞ്ഞല്ലോ ഉറപ്പായിട്ടും പിഴപ്പിക്കുമെന്ന്. അതിനുള്ള വഴികളാണ് ഇതൊക്കെ അടിസ്ഥാനപരമായി. പക്ഷേ ഇതിനെയെല്ലാം നമുക്ക് നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമുക്കൊരേ ഒരു മാർഗമുള്ളൂ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അൽ ഖുർആൻ ഹബലുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട അല്ലാഹുവിന്റെ കയറാണ്. ആ കയറിൽ നമ്മൾ പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ആ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം ആലോചിച്ചു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രകടമാകുന്നതിന് മുൻപ്, ഒരു 10-12 വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധവും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബന്ധവും അത് സ്ഥിരമായി ഓതിയിരുന്ന ആളുകൾ നമ്മളൊന്ന് ആലോചിച്ചു. ഗണ്യമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എവിടെയാണ്? അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസ്കാരം, അതിനേക്കാൾ വലിയ മറ്റെന്താണ് സഹോദരങ്ങളെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കുള്ളത്? അള്ളാഹുവിന് നമ്മളോട് പറയുവാനുള്ള, അള്ളാഹുവിന് നമ്മളോട് ആശയവിനിമയം ചെയ്യുവാനുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് മാധ്യമങ്ങളുടെ പിറകെയാണ് പോകുന്നത്? നമുക്ക് എന്ത് വിജ്ഞാനമാണ് കിട്ടാനുള്ളത്? അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെടാതിരിക്കുക. ഖുർആനുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള ബന്ധമാണ്. ഖുർആനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നർത്ഥം. അള്ളാഹുവിന്റെ സംസാരം നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. അള്ളാഹുവുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവുമായി ഉള്ള മുനാജാത്ത്,
രഹസ്യമായിട്ടുള്ള സംഭാഷണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച നമസ്കാരത്തിലേക്ക് തിരിയുക. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ ഉടനെ തിരിയും എവിടേക്ക്? നമസ്കാരത്തിലേക്ക്. നമ്മളുടെ അവസ്ഥ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമസ്കാരം കൊണ്ട് നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഒന്നുമെടുത്തു വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് ആശ്വാസമായി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുമായുള്ള ബന്ധം അത് വളരെ വിദൂരത്തായി പോയിരിക്കുന്നു. പക്ഷെ ആ ബന്ധം അടുപ്പിക്കാൻ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ മാത്രമേ സാധിക്കൂ. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം വളരെ സുദൃഢമാണ്. എല്ലാ ദിവസവും അതിൽ നിന്നും ഒരു ഓഹരി നമുക്കുണ്ട്. അത് പാരായണം ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണെങ്കിൽ അങ്ങനെ, അതിന്റെ അർത്ഥം പഠിച്ചുകൊണ്ടാണെങ്കിൽ, ആശയത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണെങ്കിൽ, അതിനെക്കുറിച്ച് തദബ്ബുർ ചെയ്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ അത് കേൾക്കുക പോലുമാണെങ്കിൽ അതിൽ നിന്നും ഒരു ഓഹരി നമുക്ക് ഉണ്ടാകണം. യാതൊരു സംശയവും കാര്യത്തിലില്ല. നിങ്ങൾക്കറിയുമോ, ലബീദ് ഇബ്നു റബീഅ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റളിയല്ലാഹു അൻഹു എന്ന് പറയണം ആ പേര് കേട്ടാൽ. കാരണം അദ്ദേഹം ഒരു സ്വഹാബിയായിരുന്നു. അറബി സാഹിത്യത്തെ കുറിച്ച് പ്രാഥമിക ജ്ഞാനമുള്ള ഏതൊരാൾക്കും അറിയാം, അദ്ദേഹം അസ്ഹാബുൽ മുഅല്ലഖയിൽപ്പെട്ടയാളായിരുന്നു. മുഅല്ലഖാത്ത് എന്ന പേരിൽ സുപ്രസിദ്ധമായ ഒരു മഹാകാവ്യ പരമ്പര തന്നെ ഉണ്ടായിരുന്നു ജാഹിലിയ്യ കാലത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിന് മുമ്പായിട്ട് മഹാന്മാരായിട്ടുള്ള 7 കവികൾ, 10 കവികൾ എന്നും പറയുന്നുണ്ട്. അങ്ങനെ 10 മഹാകവികളിൽപ്പെട്ട ഒരു കവിയായിരുന്നു ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മുഅല്ലഖ, എന്താണ് ഈ മുഅല്ലഖ എന്ന് പറഞ്ഞാൽ, അന്ന് അവരുടെ ആ കവിതയുടെ അതിന്റെ ആ ഒരു വല്ലാത്ത ഒരു സ്വാധീനം കൊണ്ട്, മഹത്തായ കാവ്യമായതുകൊണ്ട് കഅബയിൽ അത് കെട്ടിത്തൂക്കിയിടാറുണ്ടായിരുന്നു അവർ. ആ വലിയ 7 പേരുടെയും ഈ മഹാകാവ്യങ്ങളെ കഅബയിൽ ചുമരുകളിൽ കെട്ടിത്തൂക്കിയിടാറുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതുകൊണ്ടാണ് അവ മുഅല്ലഖ എന്ന പേരിൽ അറിയപ്പെട്ടത്, കെട്ടിത്തൂക്കിയിട്ടപ്പെട്ടത് എന്ന അർത്ഥത്തിൽ. ഈ അത്രയും മഹാകവിയായിരുന്നു ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ, അന്ന് കാലത്ത് ഒരു കവി ഉണ്ടെങ്കിൽ ആ ഗോത്രക്കാർക്ക് പിന്നെ മറ്റൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. തങ്ങളുടെ ഗോത്രത്തിന് ഒരു കവി ഉണ്ടെങ്കിൽ ആ കവിയെ രാജാവിനെ പോലെ അവർ കൊണ്ട് നടക്കുമായിരുന്നു. അയാൾക്ക് ഉപജീവനത്തിന് വേണ്ടി മറ്റൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എത്രയെന്നോളം എന്ന് വെച്ചാൽ, കവിയായതുകൊണ്ട് മാത്രം സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ആഹാരം കഴിച്ചിരുന്ന കവിമാർ അക്കാലത്തുണ്ടായിരുന്നു. അത്രയ്ക്കും സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയിട്ട് ആ ഒരു സമയത്ത് ഇസ്ലാം സ്വീകരിക്കുന്നു ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അതോടുകൂടി അദ്ദേഹം കവിത നിർത്തുകയാണ്. മറ്റൊരു കവിയിൽ നിന്നും കണ്ടിട്ടില്ലാത്ത മഹത്തായ ഒരു സമീപനം. അദ്ദേഹം കവിത എഴുതൽ നിർത്തി. ഒരൊറ്റ വരി മാത്രമേ കവിത അദ്ദേഹം പിന്നെ ഇസ്ലാം സ്വീകരിച്ചതിനു ശേഷം എഴുതിയിട്ടുള്ളൂ. അൽഹംദുലില്ലാഹില്ലദീ ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല എന്ന് പറയുന്ന ഒരൊറ്റ വരി. എന്താണെന്ന് അറിയുമോ അതിന്റെ അർത്ഥം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ലം യഅതിനി അജലി, എന്റെ അജല് എത്തിക്കാതിരുന്നു അവൻ, അതായത് എന്റെ മരണം എന്നിലേക്ക് എത്തിച്ചില്ല. ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സിർബാല, ഇസ്ലാമിൽ നിന്നും മഹത്തായ ഒരു വസ്ത്രം എന്നെ അണിയിപ്പിക്കുന്നത് വരെ, അതായത് ഇസ്ലാമിലേക്ക് എത്തുന്നത് വരെ എന്റെ റൂഹിനെ പിടിക്കാത്ത അല്ലാഹുവിനെ അൽഹംദുലില്ലാഹ് എന്ന് കവിത എഴുതുകയാണ്. സഹോദരങ്ങളെ, ഒന്നാലോചിച്ച് നോക്കൂ, എത്രമാത്രം പ്രശസ്തിയുടെയും അല്ലെങ്കിൽ എത്രമാത്രം ആ ഒരു സമ്പത്തിന്റെയും ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളുടെയും ഉത്തുംഗതയിൽ നിൽക്കുമ്പോഴും അവിടെ വെച്ച് അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു വരികയാണ്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ആയിരിക്കുന്ന കാലം, അവിടുത്തെ ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥലത്തെ ഗവർണർക്ക് വലീദ് ഇബ്നു മുഗീറ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതുകയാണ്. ലബീദ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം എഴുതിയ എന്തെങ്കിലും വരികൾ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരും. അങ്ങനെ ഈ വലീദ് ഇബ്നു മുഗീറ ഗവർണർ ഇദ്ദേഹത്തെ സമീപിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഇങ്ങനെ ഒരു അപേക്ഷ പറഞ്ഞിട്ടുണ്ട്, താങ്കളിൽ നിന്നും താങ്കൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുള്ള എന്തെങ്കിലും വരികൾ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറയുന്നു. അദ്ദേഹം ഒരു പേജ് എടുത്ത് അതിൽ സൂറത്തുൽ ബഖറ, അതിൽ പേജുകളിൽ സൂറത്തുൽ ബഖറ എഴുതിയിട്ട് കൊടുക്കുകയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പകരം നൽകിയത്. കവിത ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, അതിനു പകരമായി എന്റെ റബ്ബ് എനിക്ക് ഇത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കുന്ന ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ ഇതെല്ലാം എന്തിനാണ് നമ്മൾ അറിയുന്നത്? നമുക്ക് പാഠമുണ്ട്.
അവർ എല്ലാ തരത്തിലുമുള്ള പ്രശസ്തിയിലും നിൽക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ഇതെല്ലാം ഒഴിവാക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായി ഉറപ്പായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പകരം നൽകിയിരിക്കും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ഉറപ്പായും നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ഇഷ്ടപ്പെട്ടത് ഗാനങ്ങളാകട്ടെ, സംഗീതമാകട്ടെ, സിനിമയാകട്ടെ, ഏതു ഹറാമുമാകട്ടെ, നമ്മളുടെ മനസ്സിനെ വളരെ ഭംഗിയാക്കി തോന്നിപ്പിക്കുന്ന എന്തുമാകട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം ഇതിനൊന്നും കഴിയാത്തൊരു ദിവസത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നമുക്ക് തോന്നിപ്പോകും, നന്നായിരുന്നുവെങ്കിൽ അന്നു കാര്യമുണ്ടാകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കളാവുക, നമ്മൾ അതിന്റെ പ്രചാരകരാവുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാവുക, അത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാവുക. ഏറ്റവും ചുരുങ്ങിയത് ആ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമെടുത്ത് അതിന്റെ അർത്ഥം പഠിക്കുക. ഫാത്തിഹ നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 17 തവണ നമ്മളുടെ ജീവിതത്തിൽ ദിവസവും നിർബന്ധമായി ഓതിയിരിക്കേണ്ട സൂറത്താണ് ഫാത്തിഹ. കാരണം 5 വക്ത് നമസ്കാരത്തിലും നമ്മളത് ഓതണം. ഏറ്റവും ചുരുങ്ങിയത് ആ ഫാത്തിഹയുടെ അർത്ഥം ഒന്ന് പരമാവധി, അതിന്റെ അർത്ഥം നമ്മളൊന്നിരുന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. എന്താണ് നമ്മളുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? അള്ളാഹിനോട് ഹിദായത്ത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഏത് നിമിഷവും എടുത്ത് പോകപ്പെടാവുന്ന ഹിദായത്ത്, നമ്മൾ ഇന്ന് നമ്മളുടെ ഒരു കഴിവ് കൊണ്ടുമല്ലാതെ ലഭിച്ച ഹിദായത്ത് അല്ലേ? അറാബിയായിട്ടുള്ള മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ ചോദിച്ചു, നമ്മൾ കേട്ടിട്ടില്ലേ, പ്രാർത്ഥിക്കാൻ അറിയുമോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയാം. എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അറാബിയായ മനുഷ്യൻ പറയുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കാതെ നൽകിയതാണ് ഈ ഹിദായത്ത്. പക്ഷെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സ്വർഗം, അത് ഞങ്ങൾക്ക് തടയരുത് എന്നാണ്. ചോദിക്കാതെ കിട്ടിയതാണ് സഹോദരങ്ങളെ ഹിദായത്ത്. അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്നുമാണ് നമുക്ക് ഈ ഹിദായത്ത്. നമ്മൾ ഇന്ന് പള്ളിയിൽ മിമ്പറിൽ എന്തെങ്കിലും പറയുകയും നിങ്ങൾ ഇന്ന് കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ് ആ ഹിദായത്ത്. അതിനെ ഒരിക്കലും നമ്മൾ കളഞ്ഞു കുളിക്കരുത്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അതിനെ വിനിയോഗിക്കുക. പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അത് നമുക്കൊരു ശീലമാക്കുക. ബാക്കിയെല്ലാം വലിച്ചെറിയുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലേക്ക് തിരിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവനിലേക്ക് അടുക്കുകയും അവന്റെ കലാം പഠിപ്പിക്കുകയും അത് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അതിന്റെ പ്രചാരകരാവുകയും അതിന്റെ വക്താക്കളാവുകയും ചെയ്യുന്ന മഹത്തായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിൽ വഫാ വതാബിഈൻ വമൻ ബിഹുദാഹും ഇക്തഫാ. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, കുൻ ഫി ദുനിയാ കഅന്നക ഗനീം ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ ആരെ പോലെയാവുക? ഒരു ഗരീബിനെ പോലെ, ഒരു അപരിചിതനെ പോലെ. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ചെന്നാൽ ഏതുപോലെ ആയിരിക്കും നമ്മൾ? അതുപോലെ ആയിരിക്കുക ഈ ദുനിയാവിൽ. ഇവിടെ നമ്മൾ വല്ലാതെ അങ്ങ് മുഴുകിപ്പോകണ്ട. ഈ ദുനിയാവിൽ നമ്മളുടെ സമ്പത്തും നമ്മളുടെ വീടും നമ്മളുടെ കുടുംബവും ഒന്നും നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്തിനു വേണ്ടി അയച്ചു എന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വളരെ കൃത്യമായിട്ടുള്ള ഒരു അവധി വരെ, നിർണിതമായ ഒരു അവധി വരെ, അതിൽ നിന്ന് തെല്ലങ്ങോട്ടോ ഇങ്ങോട്ടോ മായുകയില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങുകയില്ല. അതുവരെ മാത്രം അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യം നമ്മൾ മറക്കാതിരിക്കുക. അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ഒരു ഈത്തപ്പനയെ കൊണ്ടുണ്ടാക്കിയ പരുക്കനായിട്ടുള്ള ഒരു പായയിൽ കിടക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ട്.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറം മുഴുവനും ആ പരുക്കനായിട്ടുള്ള ഈന്തപ്പന പായയുടെ അതിന്റെ സ്വാധീനത്താൽ പുറം മുഴുവനും വല്ലാതെ ചുമന്ന പാടുകൾ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നബിയെ എന്തുകൊണ്ടാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന് വല്ലാതെ സങ്കടമായി പോയി കണ്ടപ്പോൾ. എന്തുകൊണ്ടാണ്? കിസ്റ കൈസർമാർക്ക്, റോമിലെയും പേർഷ്യയിലെയും രാജാക്കന്മാർക്ക് അവർക്ക് സിംഹാസനമുണ്ട്, കൊട്ടാരമുണ്ട്, രാജസദസ്സുകളുണ്ട്, നമുക്കെന്താണ് ഇങ്ങനെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി ഒരു നിമിഷം. ഇത് കണ്ടതുകൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയുമോ? അവർക്കൊക്കെ ഈ ദുനിയാവും നമുക്ക് ആഖിറത്തിൽ ലഭിക്കുന്നതിൽ താങ്കൾക്ക് തൃപ്തിയില്ലേ ഉമർ എന്നായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു കൊടുക്കുകയാണ്. മാ അന ഫി ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തവല്ല തഹ്ത ഷജറ സുമ്മ റാഹ ഫതറകഹ. എന്റെ ഉപമയും ഈ ദുനിയാവും തമ്മിലുള്ള ഉദാഹരണം എന്തെന്നറിയുമോ? ഒരു യാത്രക്കാരനെ പോലെ. ആ യാത്രക്കാരൻ യാത്ര ചെയ്തു ക്ഷീണിച്ചപ്പോൾ ഒരു മരത്തിന്റെ താഴെ ആ തണലിൽ എന്തു ചെയ്തു? അയാൾ ആശ്വാസം എടുക്കാൻ വേണ്ടി ആ തണലിൽ ഇരുന്നു. അയാളുടെ ക്ഷീണം വിട്ടകന്നപ്പോൾ അയാൾ യാത്ര തുടർന്നു. ഞാനും ആ യാത്രക്കാരനെ പോലെയാണ്. ആ യാത്രക്കാരൻ ആ മരം എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് ദുനിയാവ്. സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയായിരിക്കണം നമുക്കും ദുനിയാവ്. ദുനിയാവിൽ കാലാകാലം ആരുമില്ല. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ജാഹിലിയ്യ കാലത്ത് മഹത്തായ വലിയ ഒരു പ്രഭാഷകനായി അറിയപ്പെട്ട ഖുസ്ബുൽ സാഇദ് അൽ-ഇയാദി, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, യാ മഅ്ശറൽ ഇയാദ് ഐനൽ ഫറാഇദു ശദാദ് വഅൈനൽ ആബാ വൽ അജ്ദാദ്. എവിടെ വാപ്പ വല്യപ്പന്മാരൊക്കെ? എവിടെ ഭൂമിയെ വിറപ്പിച്ച ഫിർഔൻമാരെവിടെ? അവരൊന്നും കാണുന്നില്ലല്ലോ. നമുക്കും അവർക്ക് പോയതുപോലെ പോകണം. സഹോദരങ്ങളെ, ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാ സൽക്കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിലേക്ക് പരിവർത്തിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനുമായി ഏറ്റവും നല്ല അടുപ്പമുള്ള ഒരു ബന്ധമുണ്ടായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു മൺമറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പല നിലക്കും പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അത് അവരുടെ മനസ്സറിയുന്ന റബ്ബ് അവരുടെ പ്രയാസം ഏതു നിലക്കുമുള്ളതാകട്ടെ, ഏതു ശാരീരികമോ മാനസികമോ സാമ്പത്തികമോ ഏതു നിലക്കുമുള്ളതുമാകട്ടെ, അല്ലാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.